കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന ബഹുജന സമ്മേളനത്തിൻ്റെ പ്രചാരണ ഭാഗമായാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നവംബർ 16 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്നത് 100 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു പണ്ഡിത സംഘടനയുടെ നേതൃത്വത്തിലുള്ള ബഹുജന സംഗമമാണ്. ആ പണ്ഡിത സംഘടന കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെയോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെയോ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനമല്ല. മറിച്ച് ഇന്ന് കേരളം നേടിയെടുത്തു എന്ന് നമ്മളൊക്കെ അഭിമാനപൂർവം പറയുന്ന നവോത്ഥാനത്തിന്റെ മുന്നിൽ നടന്നത് ഈ ജമിയത്തുൽ ഉലമയുടെയും അതിനു മുമ്പ് രൂപീകരിക്കപ്പെട്ട മുസ്ലിം ഐക്യസംഘത്തിന്റെയും നേതാക്കന്മാരായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. ഒരുപക്ഷെ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെടാൻ ആ നേതാക്കൾ വിധേയരായി എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ പ്രസിഡന്റ്. പലപ്പോഴും മുസ്ലിങ്ങളുടെ ചരിത്ര സംസാര വേദികളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിത്വമായി വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വക്കം മൗലവി എന്ന് പറയുന്നത് കേരളീയ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റുവാൻ കഴിയാത്ത, കേരളത്തിന്റെ ഏത് ചരിത്രമെടുത്താലും, സാമൂഹ്യമായ ചരിത്രമെടുത്താലും, പത്രപ്രവർത്തനത്തിന്റെ ചരിത്രമെടുത്താലും, സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമെടുത്താലും, ഇനി മതസമൂഹത്തിന്റെ ചരിത്രമെടുത്താലും, എല്ലാ ചരിത്രത്തിലും വളരെ ശോഭയോടുകൂടി തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് വക്കം മൗലവി എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുവാനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഇ മൊയ്തു മൗലവിയാണ്. ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ പിന്നീട് പണ്ഡിതോചിതമായ നേതൃത്വം നൽകുന്നത് കെ എം മൗലവിയാണ്. ഇവരെല്ലാവരും ഒരേ സമയത്ത് തന്നെ ഈ മതസംഘടനയുടെ നേതൃത്വത്തിൽ മുന്നിൽ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും അതേപോലെ വൈജ്ഞാനിക നവോത്ഥാനങ്ങളിലും പങ്കാളികളാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഇതിന്റെ രൂപീകരണ വേളയിൽ ഉണ്ടായ ഒരു ചരിത്രം അന്നതിൽ പങ്കാളികളായിരുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ 100 കൊല്ലത്തെ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ ദിവസത്തിലുണ്ടായ സംഭവം എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കേണ്ടതുണ്ട്. മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ കേരളത്തിൽ ഉടനീളമുള്ള പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടുകയാണ് അവിടെ. ആ സമ്മേളനത്തിന് അധ്യക്ഷനായി ക്ഷണിക്കുന്നത് കേരളത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദായ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിന്റെ പ്രിൻസിപ്പൽ അബൂബക്കർ ഹസ്രത്തിനെയാണ്, അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിനെയാണ്. അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പണ്ഡിതന്മാരെ നേർക്കുനേരെ കണ്ട്
നിങ്ങൾക്ക് യാത്രാഭത്തയും ഭക്ഷണവും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യോഗത്തിലേക്ക് പണ്ഡിതന്മാരെ ക്ഷണിക്കുന്നത്. ആ യോഗത്തിൽ വെച്ച് ഈ മൊയ്തു മൗലവി പ്രമേയം അവതരിപ്പിക്കുന്നു. പ്രമേയം അവതരിപ്പിച്ച ഉടനെ സദസ്സിലുണ്ടായിരുന്ന ഒരു ബാക്കവി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സംഘടനയുണ്ടാക്കാൻ എന്താണ് ദലീൽ എന്ന. എന്താണ് ദലീൽ? ഒരു മതത്തിന്റെ പേരിൽ ഒരു സംഘടനയുണ്ടാക്കാൻ, മതപണ്ഡിതന്മാർ കൂടിച്ചേർന്ന് ഒരു സംഘടനയുണ്ടാക്കാൻ എന്താണ് ദലീൽ എന്ന ചോദ്യത്തിന് ഇ.കെ. മൗലവി സാഹിബ് അവിടെ വെച്ച് ഒരു ആയത്തോതി മറുപടി നൽകുകയാണ്. അദ്ദേഹം നൽകിയ മറുപടി വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൂന അനിൽ മുൻകർ എന്ന ആയത്താണ്. ഈ ആയത്ത് കേട്ടപ്പോ ചോദ്യം ചോദിച്ച ബാക്കവിയുടെ തിരിച്ചുള്ള ചോദ്യം, ഞാൻ ചോദിച്ചത് ദലീലല്ലേ, നിങ്ങൾ ഓതിയത് ഖുർആൻ ആയത്തല്ലേ, അതെങ്ങനെ ദലീലാകും എന്നാണ്. മതപരമായ ഒരു കാര്യത്തിന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദലീലാവുകയില്ല എന്ന് വിശ്വസിച്ച ബാക്കവിമാരായിരുന്നു അന്ന് ഈ സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്നത് എന്നർത്ഥം. ഇ.കെ. മൗലവി യോഗാധ്യക്ഷനായ അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിനോട് ചോദിച്ചു, ഹസ്രത്ത്, ഈ ആയത്ത് ദലീലാവുകയില്ലേ? ഹസ്രത്തിന്റെ മറുപടി, എമ്പാടും ദലീലാണ്, വിശുദ്ധ ഖുർആനിലെ ആയത്ത് തെളിവാണ്. അപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ച ബാക്കവി അടങ്ങിയത്. ഈ 100 കൊല്ലത്തിനിടയിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റത്തിന്റെ തെളിവെന്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മാസങ്ങളോളം നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം പുറത്തു വന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആദ്യമായി തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടത്തിയ സംസാരമാണ്. എന്തായിരുന്നു ആ സംസാരം? ആ സമയത്ത് ഇവിടെ ഏറെ വിവാദമുണ്ടായ ഒരു കാര്യമാണ്. CM മടവൂര് മുദബ്ബിറുൽ ആലമാണ്. മാനസിക രോഗിയായി ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്ത ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചില മുസ്ലിയാക്കന്മാർ വാദിച്ചു. ഇപ്പോഴും അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. അതിനെന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ വൈലത്തൂരിൽ ഈയിടെ നടന്ന 2 പരിപാടികളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് പിന്നീട് വിശദീകരിക്കാം. ഈ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ മുദബ്ബിറുൽ ആലമാണ്. അയാളാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അയാളാണ് ഫ്ലൈറ്റുകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് വേറൊന്നും വേണ്ടല്ലോ. ഇത് വിവാദമായ സമയത്ത് തന്റെ ശിഷ്യന്മാരെ ഇരുത്തിക്കൊണ്ട് ഈ വാദം തെളിയിക്കുവാൻ, അഥവാ അല്ലാഹു അല്ലാതെ വേറെയും ഒരുപാട് മുദബ്ബിറുകൾ ഈ ലോകത്തിനുണ്ട്, CM മടവൂര് മുദബ്ബിറാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല എന്ന് തന്റെ ശിഷ്യന്മാരോട് പറയാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് കാന്തപുരം പാരായണം ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഇത്തരം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി ദുർവ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ, തെറ്റായ അർത്ഥവും വിശദീകരണവും നൽകിയെങ്കിൽ മാത്രമേ താൻ പറയുന്ന കാര്യങ്ങൾ ഈ മുസ്ലിം സമൂഹം അംഗീകരിക്കുകയുള്ളൂ എന്ന ബോധം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വരെ ഉണ്ടായത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 കൊല്ലത്തെ പ്രവർത്തന ഫലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടങ്ങനെയല്ല. പണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറഞ്ഞാൽ മതി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, തനാളുപൂര് പോലെയുള്ള പ്രദേശം എമ്പാടും വാദപ്രതിവാദങ്ങൾ നടന്ന സ്ഥലമാണ്. ആ വാദപ്രതിവാദങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ചോദ്യങ്ങൾ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതിന്, ബദരീങ്ങളെ കാക്കണേ എന്ന്, മുഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നതിന് എന്താണ് തെളിവ് എന്ന ചോദ്യത്തിന് അന്നത്തെ മുസ്ലിയാക്കന്മാര് ദുർവ്യാഖ്യാനങ്ങളും ന്യായങ്ങളുമാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് അത് പോരാ എന്ന് മനസ്സിലാക്കുകയും ഇത്തരം തർക്ക വിഷയങ്ങൾക്ക് മുഴുവൻ തങ്ങളുടെ ബുദ്ധിയിൽ നിന്ന്, യുക്തിയിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകി വിശദീകരിക്കുകയും നൽകുന്ന അവസ്ഥയിലേക്ക് പൗരോഹിത്യം എത്തിച്ചേർന്നു. ഖുർആൻ തെളിവാണ്, ഖുർആൻ പ്രമാണമാണ് എന്ന് ഈ സമൂഹം മനസ്സിലാക്കി. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമ
ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി തെരഞ്ഞെടുത്തത് തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിധാനം എന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് തൗഹീദ് പ്രധാനമാകുന്നത് എന്നിവിടെ നേരത്തെ വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ നിന്ന് ഈ സമൂഹത്തെ അകറ്റിക്കൊണ്ടുപോകുവാനുള്ള അതിശക്തമായ ഗൂഢശ്രമങ്ങളാണ് പൗരോഹിത്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ഒരു ഭാഗം ആളുകളുണ്ട്, എന്താ അവരുടെ രീതി? അള്ളാഹുവിന് പുറമെ അവർ ചില സമന്മാരെ, അള്ളാഹുവിന് സമന്മാരായ ചില ആളുകളെ അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്താ അവരുടെ പ്രത്യേകത? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവര് അള്ളാഹുവിന് സമന്മാരായി അവർ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുകയാണ്. അള്ളാഹുവിനെ അല്ല അവർ സ്നേഹിക്കുന്നത്, മറിച്ച് അവർ സ്നേഹിക്കുന്നത് ഈ മഹാന്മാരെയാണ്. എന്നാൽ വിശ്വാസികളുടെ പ്രത്യേകത എന്താ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ ഏറെ ശക്തമായി സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പ്രസംഗം ഈയിടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. അത് എന്താ മുസ്ലിയാര് പറയുന്നത്? നിസ്കാരത്തെ കുറിച്ച് പറയാൻ. നിങ്ങൾ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു വേണ്ടാത്ത ചിന്ത കടന്നു വന്നാൽ നിങ്ങൾ അപ്പോ ശംസുൽ ഉലമയെ ഓർമ്മിച്ചാ മതി. ഞാൻ അങ്ങനെയാ ചെയ്യാറുള്ളത്, അതൊരു വല്ലാത്ത അനുഭൂതിയാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന ആരാധന എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ പോലും സർവലോക രക്ഷിതാവായ റബ്ബിനെ ഓർമ്മിക്കുന്നതിന് പകരം ഓർമ്മിക്കേണ്ടത് ഈ കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മുസ്ലിയാർ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന യോഗത്തിൽ ഇതാ വഹാബികളെ ഞാൻ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി പ്രഖ്യാപിച്ച മുസ്ലിയാർ, സ്ത്രീകൾ പ്രസംഗിക്കേണ്ടവരല്ല പ്രസവിക്കേണ്ടവരാണ് എന്ന് പ്രസംഗിച്ച മുസ്ലിയാർ, അതാണ് ശംസുൽ ഉലമ എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നമസ്കാരത്തിൽ എന്തെങ്കിലും മറ്റ് പുറത്തുനിന്നുള്ള ചിന്തകൾ വന്നാൽ ഓർമ്മിക്കേണ്ടത് ഇത് പുറത്തുള്ള ചിന്തയല്ല എന്നാണ്. ഏത്? ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ ഓർമ്മിക്കുക എന്നത് നമസ്കാരത്തിന് പുറത്തുള്ള ചിന്തയാവുകയില്ല. ഞാൻ അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ ചെയ്തോളുന്നു. മൂപ്പരേതായാലും ശൈത്താന്റെ പിടിയിലായി, എന്നിട്ട് നാട്ടുകാരെ കൂടി ശൈത്താന്റെ പോക്കറ്റിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളും അത് ഓർമ്മിച്ചാൽ മതി. എവിടെയാണ് ഈ ആളുകൾക്ക് അല്ലാഹു ഉള്ളത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇവർ സ്നേഹിക്കുന്നത്, ഇവർ ഇഷ്ടപ്പെടുന്നത് ഈ ആളുകളെയാണ്. അതിന്റെ പേരിലാണ് ത്വരീഖത്തുകൾ ഉണ്ടാക്കുന്നത്, അതിന്റെ പേരിലാണ് മൗലിദുകൾ ഉണ്ടാക്കുന്നത്, അതിന്റെ പേരിലാണ് റാത്തീബുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നേർച്ചകളും മുറൂസുകളും. ഈ വൈലത്തൂർ പ്രദേശത്ത് തന്നെ പ്രധാനമായ 2 നേർച്ചകൾ നടന്നല്ലോ. പാറാളിൽ നേർച്ച നടന്നു, പാറാൾ നേർച്ച നടന്നു, അതേപോലെ വൈലത്തൂർ തങ്ങളുടെ നേർച്ച നടന്നു. ഈ നേർച്ചകളൊക്കെ ആരെ സ്നേഹിക്കുവാനാണ്? ആരാണ് ഇത്തരം ഒരു മാർഗം ഇവിടെ പഠിപ്പിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞു, 2 പരിപാടികൾ ഇവിടെ നടന്നു വൈലത്തൂർ തങ്ങളുടെ നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 2 കൂട്ടർ ഇവിടെ പ്രസംഗിച്ചു. ഒന്ന് കുരുവട്ടൂരി തരീഖത്തിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം, മറ്റൊന്ന് കാന്തപുരം വിഭാഗത്തിന്റെ ആളുകളും. ഈ 2 ആളുകൾ ഇവിടെ വന്നിട്ട് വൈലത്തൂർ തങ്ങളുടെ പോരിശ് ഇങ്ങനെ പറയാൻ. ഇവരും വൈലത്തൂരും തമ്മിലുള്ള ബന്ധം എന്താ? കുരുവട്ടൂരികളുടെ നേതാവിനെ കുറിച്ച് വൈലത്തൂർ തങ്ങൾ പറഞ്ഞത് കാട്ടുകള്ളനാണവൻ. കാട്ടുകള്ളനാണവൻ. ആ കാട്ടുകള്ളനാണ് എന്ന് വൈലത്തൂർ തങ്ങൾ പറഞ്ഞ നേതാവിന്റെ അനുയായികളാണ് വൈലത്തൂര് വന്നിട്ട് വൈലത്തൂരുപ്പാപ്പ അങ്ങനെയായിരുന്നു, വൈലത്തൂരുപ്പാപ്പ ഇങ്ങനെയായിരുന്നു എന്ന് മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം വിഭാഗമോ? ഈ കാന്തപുരം വിഭാഗത്തെ അവർക്കെതിരെ, പേരോടിനെതിരെ, പെൺമളക്കെതിരെ ഞങ്ങളിതാ പരിപാടി സംഘടിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോ
ഈ നൗഷാദിനെ പോലെയുള്ള കുരുവട്ടൂരി കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാര് വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ പൊയ്ക്കോളൂ, ഇതാ അതിനെല്ലാ പിന്തുണയും എന്റേതുണ്ട്, അത് ഞാനങ്ങ് നടത്താനെന്നാണ് ഒരിക്കൽ വയലത്തൂർ തങ്ങള് നൗഷാദിനോട് പറഞ്ഞത്. ഞാനാണ് ആ പരിപാടി നടത്തുന്നത്. ഏത് പരിപാടി? കാട്ടുകള്ളനാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ ആളുകളുടെ പരിപാടി ഞാനാ നടത്തുന്നത് എന്ന് പറഞ്ഞ ആളാണ് ഈ വയലത്തൂർ തങ്ങൾ. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ആ മനുഷ്യന്റെ അവകാശം ഏറ്റെടുക്കാൻ വേണ്ടി പരിപാടികൾ നടത്തുന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ അവിടെ പ്രസംഗിച്ച പേരോട് സഖാഫി വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. ഈ ത്വരീഖത്തുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അത് വലിച്ചെറിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഈ സമൂഹത്തിൽ നിന്നില്ലാതാക്കിയത് ഈ ത്വരീഖത്തുകളുടെ കടന്നുകയറ്റമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ സർവലോക രക്ഷിതാവായ റബ്ബിനെ വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം, ആ സമുദായത്തിലേക്ക് ത്വരീഖത്തിന്റെ ഭാഗമായി മാലകൾ കടന്നു വന്നു. ആ മാലകളിലൂടെ ഈ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ. ഏത് നാട്ടിൽ നിന്ന്, ഏത് ഭാഷയിൽ, ഏത് സമയത്ത് എന്നെ വിളിച്ചാലും ഞാനിതാ നിങ്ങൾക്കുത്തരം നൽകും, നിങ്ങൾ എന്നെ വിളിച്ചോളൂ എന്ന ഒരു ബോധം ഈ സമൂഹത്തിന് പകർന്നു നൽകിയത് ഈ ത്വരീഖത്തിന്റെ ആളുകളാണ്. ആളുകൾ എന്ത് ചെയ്തു? അള്ളാഹുവിനെ എന്തിനു വിളിക്കണം? അള്ളാഹുവിനോട് എന്തിനു പ്രാർത്ഥിക്കണം? മാത്രമല്ല, അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാപികളല്ലേ, നമ്മളൊക്കെ തെറ്റ് ചെയ്ത ആളുകളല്ലേ? നമ്മൾ അള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നത് കുഴപ്പമല്ലേ? ഉദാഹരണം പറഞ്ഞിരുന്നു ഈ നാട്ടിൽ. ഉദാഹരണം പറഞ്ഞു, തൗഹീദിൽ നിന്ന് ആളുകളെ അകറ്റാൻ, അള്ളാഹുവിൽ നിന്ന് ആളുകളെ അകറ്റാൻ ഉദാഹരണം പറഞ്ഞു. എന്താ? ട്രാൻസ്ഫോമറിന്റെ മുകളിൽ നിന്ന് നേരിട്ടൊരു വയറ് കണക്ഷൻ കൊടുത്താൽ, ബൾബ് കത്തിച്ചാൽ ആ ബൾബ് ഫ്യൂസായി പോകും. ട്രാൻസ്ഫോമറിന്റെ മുകളിൽ നിന്ന് നേരിട്ട് വരുന്ന പവർ അത് താങ്ങാൻ ബൾബിന് കഴിയില്ല. ഇതുപോലെ നമ്മൾ നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ ഫ്യൂസായി പോകും. അപ്പൊ അതിന്റെ ഇടയിൽ എന്ത് വേണം? കുറച്ച് ഫ്യൂസുകൾ വേണം ഇതിന്റെ പവർ കുറയ്ക്കാൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔലിയാക്കളോട് ചോദിക്കുന്നത്. ആ ഔലിയാക്കൾ അള്ളാഹുവിനോട് ചോദിച്ച് കാര്യം നടത്തി തരും. ഇത് നൂറ്റാണ്ടുകൾ മുമ്പ് പറഞ്ഞ ഉദാഹരണമല്ല. ഇന്നും ജീവിച്ചിരിക്കുന്ന മുസ്ലിയാരാണല്ലോ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന നജീബ് മുസ്ലിയാർ. അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറയാൻ, എന്താണ് ഈ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിശ്വാ എന്ന് പറയുന്നത്? ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉമ്മൻചാണ്ടിയുടെ അരികിൽ നിന്നൊരു കാര്യം നേടിയെടുക്കണം. എനിക്ക് ഉമ്മൻചാണ്ടിയെ നേരിട്ടറിയില്ല. അദ്ദേഹം പറയാൻ, എനിക്ക് ഉമ്മൻചാണ്ടിയെ നേരിട്ടറിയില്ല, പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവർ എന്റെ അയൽവാസിയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഡ്രൈവറോട് പറയും, ഇങ്ങനെ എന്റെ ഒരു ഫയൽ CM-ന്റെ മേശപ്പുറത്തുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മേശപ്പുറത്തുണ്ട്, അതൊന്ന് റെഡിയാക്കി തരാൻ നീ ഒന്ന് മുഖ്യമന്ത്രിയോട് പറയണം എന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറോട് പറയും. അയാള് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ആ കാര്യം ശരിയാക്കി തരും. ഇത് തന്നെയാ ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ മൊഹീദ്ദീൻ ശേഖിനോട് പറയുന്നു, ഞങ്ങൾ ബദരീങ്ങളോട് പറയുന്നു, ഞങ്ങൾ റിഫായി ശേഖിനോട് പറയുന്നു, ഞങ്ങൾ മെമ്പറന്തങ്ങളോട് പറയുന്നു. അവർ അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യം ശരിയാക്കി തരുന്നു. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരു മുസ്ലിയാരുടെ അവസ്ഥയാണിത്. മാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സർവലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറയുന്നു, മാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല.
അള്ളാനെ മനസ്സിലാക്കേണ്ടതുപോലെ അവര് മനസ്സിലാക്കിയിട്ടില്ല. അള്ളാനോട് സ്വീകരിക്കേണ്ട നിലപാടെന്ത് എന്നവർക്കറിയില്ല. അതല്ലേ ഈ ഉദാഹരണത്തിലുമുള്ളത്. കാരണം എന്തിനാണ് ഈ മുസ്ലിയാർ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറുടെ അരികിൽ പോയത്? പോകാനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, എനിക്ക് മുഖ്യമന്ത്രിയെ നേരിട്ടറിയില്ല, മുഖ്യമന്ത്രിക്ക് എന്നെയും അറിയില്ല എന്നാണ്. മുഖ്യമന്ത്രി ഇയാളും തമ്മിൽ നല്ല ബന്ധമായിരുന്നെങ്കിലോ? മുഖ്യമന്ത്രിക്ക് ഇയാളെ അറിയാം, ഇയാൾക്ക് മുഖ്യമന്ത്രിയെ അറിയാം. നമ്മൾ സാധാരണ പറയുന്ന രൂപത്തിലാണെങ്കിൽ ഒരു എടാപോടാ ബന്ധുക്കാണ് മുഖ്യമന്ത്രിയായിട്ടെങ്കിൽ ഇയാൾ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറോട് പറയൂ? ഇല്ല, നേരിട്ട് പറയൂ. ഇവിടെ ഈ മുസ്ലിയാര് പറയുന്ന ഉദാഹരണം, എനിക്ക് മുഖ്യമന്ത്രിയെ അറിയില്ല, മുഖ്യമന്ത്രിക്ക് എന്നെയും അറിയില്ല. എന്നാൽ അള്ളാന്റെ കാര്യത്തിലോ? ഇയാൾക്ക് അള്ളാൻ അറിയില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷെ അള്ളാഹ്ക്ക് ഇയാൾ അറിയില്ലേ? അള്ളാഹുവിന് ഇയാളെ അറിയില്ലേ? ഇവരുടെ ബോധം ഇതാണ്, അള്ളാഹുവിന് ഇയാളെ അറിയില്ല. പക്ഷെ മുഹീദ്ദീൻ ശൈഖിന് അറിയാം, ബദരീങ്ങൾക്കറിയാം, മമ്പർന്നങ്ങൾക്കറിയാം. അപ്പൊ ഇയാളുടെ കുട്ടിക്ക് രോഗം വരുമ്പോ ഇയാള് പ്രാർത്ഥിക്കാണ്, ബദരീങ്ങളെ ആദ്യം പഠിച്ചവനെ എന്റെ കുട്ടീന്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ ഒരു പരിഗണനയും കിട്ടൂല. കാരണം ഇത് ആരായി നജീബ് മൊയ്ലിയാര്, ഏതായി സംസ്ഥാന, ഏതായി വണ്ടൂര്, ഏതായി മമ്പാട്, ഇതൊന്നും പഠിച്ചവനറിയില്ല. അതുകൊണ്ട് പഠിച്ചവൻ അത് പരിഗണിക്കൂല. ഏതുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിഗണിക്കാത്തതുപോലെ. എന്നാ ബദരീങ്ങൾക്ക് ആരാണ് നജീബ് മുസ്ലിയാർ എന്നറിയാം, മൂപ്പര് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ നേതാവാണെന്നറിയാം, മമ്പാട്ടുകാരനാണെന്നറിയാം. ഇതൊക്കെ അറിയാവുന്ന ബദരീങ്ങളോട്, ഇതൊക്കെ അറിയാവുന്ന മമ്പറന്തങ്ങളോട്, ഇതൊക്കെ അറിയാവുന്ന മുഹീദ്ദീൻ ശൈഖിനോട് എന്റെ കുട്ടിയുടെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ശൈഖും മമ്പറന്തങ്ങളും ബദരീങ്ങളൊക്കെ പടച്ചവനോട് പറയും, പടച്ചവനെ നേരത്തെ നിന്നോട് കുട്ടിയുടെ രോഗം മാറ്റിത്തരാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയല്ലോ മമ്പാടുന്നൊരു ഒരു മൊയ്ലിയാര്, മൂപ്പരെ ഞങ്ങൾക്ക് അറിയാട്ടോ, നിനക്കറിയില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ ആ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു മൗലിദും റാത്തീബും അതേപോലെ ഖവാലിയൊക്കെ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് മൂപ്പരെ കുട്ടീന്റെ സൂക്കേട് നീ ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് ഈ മഹാന്മാര് പറയും. അങ്ങനെ പറഞ്ഞ കാര്യം നടക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. അള്ളാഹു പറഞ്ഞത് എത്ര സത്യം, മാ ഖദറുല്ലാഹ ഹഖ ഖദരി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അതിശക്തനായ അജയ്യനായ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് ഈ ആളുകൾക്ക് അറിയുമായിരുന്നില്ല, ഈ ആളുകൾക്ക് പരിചയമുണ്ടായിരുന്നില്ല. അതിന് പകരം ഈ മാലകളും ഈ മൗലിദുകളും ഈ റാത്തീബുകളും ഈ നാട്ടിലുണ്ടാക്കി. മഹാന്മാരുടെ പേരിൽ ജാറങ്ങൾ കെട്ടിയുയർത്തി, മഖ്ബറകൾ ഉണ്ടാക്കി. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഈ സമുദായം അത്തരം കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ടിപ്പോ ഈ കേരളത്തിലെ വേദികളിൽ വന്നുകൊണ്ട് പേരോട് പറയുന്നു, വ്യാജ ത്വരീഖത്തുകൾക്കെതിരാണ് ഞങ്ങൾ. ഏതാ വ്യാജ ത്വരീഖത്ത്? ഏതാ വ്യാജ ത്വരീഖത്ത് അല്ലാത്തത്? ത്വരീഖത്ത് വ്യാജമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് സംഘടനയെ പിൻപറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാണോ? കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ത്വരീഖത്താണോ? അങ്ങനെയാണെങ്കിൽ അത് ഒറിജിനൽ ത്വരീഖത്ത്. കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്യാത്ത ത്വരീഖത്താണോ? അങ്ങനെയാണെങ്കിൽ അത് വ്യാജ ത്വരീഖത്ത്. ഇതാണോ മാനദണ്ഡം? വ്യാജ ത്വരീഖത്തല്ല എന്ന് പേരോട് പറയുന്ന ഏത് ത്വരീഖത്തെടുത്താലും വ്യാജ ത്വരീഖത്താണ് എന്ന് പറയാൻ വേണ്ടി പേരോട് പറയുന്ന അതേ ന്യായങ്ങൾ ആ ത്വരീഖത്തുകൾക്ക് ബാധകമാകും. അതല്ലേ പണ്ട് കൊടുവള്ളിക്കടുത്ത് ആലന്തറയിൽ ഒരു ത്വരീഖത്തുണ്ടായി. ആ ത്വരീഖത്തിനെ വിമർശിച്ചുകൊണ്ട് ഈ പേരോട് മുസ്ലിയാര് പോയി പ്രസംഗിച്ചു. എന്താണ് ഈ ദിക്ർ, ഈ ആലന്തറ ത്വരീഖത്തുകാര് പറയുന്ന സ്വലാത്ത്, അതിനെയാണ് ഇപ്പൊ എതിർക്കുന്നത്. നമ്മളെ തങ്ങളുണ്ടല്ലോ, ഏത് നിങ്ങള് തേനിൽ ഊതുമ്പോ മുസ്ലിങ്ങളൊക്കെ പടച്ചവനെ ഓർമ്മിച്ചോ, അമുസ്ലിങ്ങളൊക്കെ ഗുരുവായൂരപ്പനെ ഓർമ്മിച്ച് ഊതിക്കോ. നമ്മൾ സലാത്ത് ചെല്ലാണ്, സലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ പോവാണ്. എന്താ സലാത്തുൽ ഫാത്തിഹ എങ്ങനെ കിട്ടിയത്? ഒരു തങ്ങള് 80 കൊല്ലം, ഒരു ഹിന്ദു മതത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ തപസ്സിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 80 കൊല്ലം ഒരു തങ്ങള് പടച്ചവനോട് ദുആ ചെയ്യാൻ,
എന്ത്? പടച്ചോനെ എനിക്ക് നല്ലൊരു സലാത്ത് തരണേ 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 എന്ന് 80 കൊല്ലം ഒരു തങ്ങള് പ്രാർത്ഥിച്ചപ്പോ പടച്ചോൻ ഒരു വെളിച്ചമായി വന്ന് ഈ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. സലാത്തുൽ ഫാത്തിഹ. ആ സലാത്ത് ഓതുമ്പോ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? പടച്ചോൻ ഓർമ്മിക്കണം. അമുസ്ലിം സഹോദരി ചേച്ചിമാരെ, അമ്മമാരെ, നിങ്ങളൊക്കെ എന്ത് ചെയ്യാ? ഗുരുവായൂരപ്പനെ ഓർമ്മിച്ചാ മതി എന്ന് പറഞ്ഞ തങ്ങളുണ്ടല്ലോ, ആ തങ്ങളുടെ സ്വലാത്തിനെ, ആ തങ്ങൾ പറയുന്ന ഇത്തരം ദിക്റുകളെ ഒക്കെ എതിർത്തതുപോലെ അന്ന് പേരോട് എതിർത്തു. എന്ത്? ഇതെവിടുന്നാ കിട്ടിയത് നിങ്ങൾക്ക്? അവരുടെ ചില ദിക്റും സ്വലാത്തും ഒക്കെ ഉണ്ട്, ഇതെവിടുന്ന് കിട്ടി? ഇത് ബുഖാരിയിലുണ്ടോ? ഇത് മുസ്ലിമിലുണ്ടോ? എന്നൊക്കെ പേരോട് ചോദിച്ചപ്പോ ആലിന്തറ തരീഖത്തിന്റെ ശൈഖുമാർ എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചു പേരോടെ, ഈ ചോദ്യം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി? ഞങ്ങളെ ദിക്റിന്റെ കാര്യം അവിടെ കേട്ടെ, ഈ ചോദ്യം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇത് വഹാബികളെ ചോദിച്ച ചോദ്യമല്ലേ? ഇത് മുജാഹിദുകളെ ചോദിച്ച ചോദ്യമല്ലേ? ഇത് പുത്തൻവാദികളെ ചോദിച്ച ചോദ്യമല്ലേ? എപ്പോ? നമ്മൾ നാരിയ സലാത്തിന് കൂലിയുണ്ട്, നാരിയ സലാത്ത് ചൊല്ലിയാൽ പ്രതിഫലമുണ്ട്, നാരിയത്ത് സലാത്തിന് ഇന്ന മഹത്വമുണ്ട് എന്ന് പറഞ്ഞപ്പോ മുജാഹിദുകളല്ലേ ചോദിച്ചത്, എവിടുന്നാ നിങ്ങൾക്ക് ഈ സലാത്ത് കിട്ടിയത്? ഇത് സ്വഹീഹായ ഹദീസിലുണ്ടോ? ഇത് ബുഖാരിയിലുണ്ടോ? ഇത് മുസ്ലിമിലുണ്ടോ? എന്നൊക്കെ അവരല്ലേ ചോദിച്ചത്. അന്ന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അതേ മറുപടിയാ ഞങ്ങൾക്കും പറയാനുള്ളത്. ആ ജാതി ദിക്റിനൊന്നും അങ്ങനെ സലാത്ത് വേണ്ടതില്ല, ആ ജാതി ദിക്റിനൊന്നും ബുഖാരിയിൽ വേണ്ടതില്ല, മുസ്ലിമിന് വേണ്ടയില്ല, സനത് വേണ്ടതില്ല എന്ന് ആലിന്തരക്കാർ മറുപടി പറഞ്ഞു. ഇതന്നെയാണ് ഇപ്പോ പേരോട് വിമർശിക്കുന്ന ആളുകൾ മറുപടി പറയുന്നത്. ഈ നാറ്റക്കോയ തങ്ങൾ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന ആറ്റക്കോയ തങ്ങൾ, അയാള് വീട്ടിന്റെ മുമ്പിൽ ഒരു കൊടിമരണ്ടാക്കി ആളുകളോടൊക്കെ അവിടെ പൈസ എറിയാൻ പറഞ്ഞു. സമുദായമാണല്ലോ, ഇങ്ങനെ എന്ത് കിട്ടിയാലും അതൊക്കെ ദീനാണ് എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ എത്തിച്ചത് ഈ പുരോഹിതന്മാരാണ് അല്ലേ? ഈ പേരോടിനെ പോലെയുള്ള ആളുകളാണ്. പേരോടിനോട് ഒരു ചോദ്യം, എന്താ? കൊടികുത്ത് നേർച്ചയ്ക്ക് തെളിവുണ്ടോ? പേരോട് പറഞ്ഞുണ്ട്, കൊടികുത്ത് നേർച്ചയ്ക്ക് തെളിവുണ്ട്. എന്താ തെളിവ്? തെളിവുണ്ടെന്ന് മാത്രമല്ല, എല്ലാ കൊല്ലവും കൊടികുത്ത് നേർച്ച നടത്തണം. എന്നിട്ട് പറഞ്ഞെന്താന്നറിയോ? കൊടികുത്ത് നേർച്ചയ്ക്ക് തെളിവുണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്ന വഹാബികളെ, നിങ്ങളൊന്ന് ഹജ്ജിന്റെ സമയത്ത് മക്കത്തേക്ക് പോയി നോക്കൂ. അവിടെ നിറയെ കൊടികുത്തിയത് കാണാം. പല രാജ്യങ്ങളുടെയും കൊടിയുണ്ട്. ഓരോരുത്തർക്കും അനുവദിച്ച ടെന്റിന്റെ അടുത്തൊക്കെ അവരുടെ രാജ്യത്തിന്റെ കൊടികൾ കുത്തിയിട്ടുണ്ടാകും. അതേപോലെ ആ രാജ്യത്തിന്റെ ടീം പോകുമ്പോ അവരുടെ കയ്യിൽ കൊടിയുണ്ടാകും. അവിടെ കൊടിയുണ്ട്. അപ്പൊ കൊടികുത്താനുള്ള തെളിവായല്ലോ. ഇനി നേർച്ചയല്ലേ? ആ ഹജ്ജിന് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹജ്ജ് നേർച്ചയാക്കിയ ആളുകളുമുണ്ട്. അതിനാണ് കൊടികുത്ത് നേർച്ചക്കുള്ള തെളിവ് എന്ന് പറഞ്ഞു കൊടുത്തത് ഈ പേരോടാണ്. മൂപ്പരാണ് ഇപ്പോ ഈ ആറ്റക്കോയ തങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളെ പൊരേന്റെ മുമ്പ് കൊടിമരം ഉണ്ടാക്കാനുള്ള തെളിവ് എന്താണ്? ഇത്തരത്തിൽ സമുദായത്തെ പിഴപ്പിച്ചവർ വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ രംഗത്ത് വരിക. ഇപ്പോൾ എന്താ ഈ വ്യാജ ത്വരീഖത്ത് ഇങ്ങനെ വല്ലാതെ നെഞ്ചിൽ കയറാനുള്ള കാരണം? കാരന്തൂർ മർക്കസിന്റെ ഉൽപ്പന്നങ്ങൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് അഭിമാനത്തോടെ ഞങ്ങൾ AP ഉസ്താദിന്റെ മക്കളാണ് എന്ന് പറഞ്ഞിരുന്ന ചില പ്രസംഗകന്മാർ, പ്രബോധകന്മാർ, മുസ്ലിയാക്കന്മാർ, അവരൊക്കെ ഈ കുരുവട്ടൂരി ത്വരീഖത്തിന്റെ ആളുകളായി. എന്നിട്ട് നാട് മുഴുവൻ നടന്ന് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? പേരോട് പുത്തൻവാദിയാണ്, പേരോട് വഹാബിയാണ്, പൊന്മള വഹാബിയാണ്, കാന്തപുരം വരെ വഹാബിയാണെന്നാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം വരെ. ഏതുവരെ ചോദിച്ചു എന്നറിയോ? ഈ യൂണിവേഴ്സിറ്റിക്കടുത്ത ചേലേമ്പ്രയിൽ വെച്ച് ഒരു വാദപ്രതിവാദം നടന്നപ്പോ നൗഷാദ് ഹസനിയോട് ഞാൻ പറഞ്ഞു, ഈ പൊന്മളയും ഈ കാന്തപുരമൊക്കെ നിങ്ങൾ തള്ളി പറയേണ്ടി വരും, അവരൊന്നും പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല എന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഒന്നും ചെരുപ്പെടുക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്ന് അന്ന് പ്രസംഗിച്ച ഈ നൗഷാദ് ഹസനിയും കൂട്ടരും ഇപ്പൊ കാന്തപുരത്തോട് ചോദിക്കാണ്, ഇത്ര വയസ്സായില്ലേ തന്തേ, നിങ്ങൾക്ക് അടങ്ങിയിരുന്നൂടെ? ആരോടാ ചോദിക്കുന്നത്? ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയോടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അടങ്ങിയിരുന്നൂടെ? ഈ ചോദ്യങ്ങളും
ഈ വെല്ലുവിളികളും നാടിന്റെ നാനാഭാഗങ്ങളിൽ ഉയർന്നു വന്നപ്പോ ഇക്കാലം വരെ സമസ്തക്കാർ പറഞ്ഞിരുന്ന നിലപാടുകളിൽ നിന്ന് ഈ ആളുകൾ മാറിപ്പോകാൻ തുടങ്ങിയപ്പോ പേരോടിനെ പോലെയുള്ള ആളുകളെ വിമർശിച്ചുകൊണ്ട് ഈ കുരുവട്ടൂരി ത്വരീഖത്തിന്റെ ആളുകൾ രംഗത്ത് വന്നപ്പോ വ്യാജ ത്വരീഖത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്താ വലിയ തർക്കം? വ്യാജ ത്വരീഖത്താണ് എന്ന് പറയാനുള്ള കാരണമായി ഉന്നയിക്കുന്നത് എന്താ? ഈ ആളുകളുടെ കുരുവട്ടൂരി ത്വരീഖത്തുകാരുടെയൊക്കെ സദസ്സുകൾ കണ്ടാൽ അവിടെ ഹാർമോണിയമുണ്ട്, മദ്ദളമുണ്ട്, കൈമുട്ടലുണ്ട്, പാട്ടുണ്ട്, ആട്ടമുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ പറയുന്നു, ഇതൊന്നും പാടില്ല, ഹാർമോണിയം പാടില്ല, അങ്ങനെ മുട്ടാൻ പാടില്ല, കൈമുട്ടാൻ പാടില്ല, ആടാൻ പാടില്ല, ഡാൻസ് പാടില്ല, കറങ്ങാൻ പാടില്ല എന്നൊക്കെ. പകരം മറ്റൊരു പറയുന്ന മറുപടിയോ, ഉമർ ഹഫീലിനെ ഇപ്പൊ പലർക്കും അറിയാലോ. ഏത് ഉമർ ഹഫീൽ? നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇതാ നാളെ തന്നെ നിമിഷപ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ട് ഒരേ ദിവസം 2 പത്രസമ്മേളനം നടത്തിയ ആളാ കാന്തപുരം. ഒറ്റ ദിവസം 2 പത്രസമ്മേളനം. ഇപ്പൊ ആർക്കും നിമിഷപ്രിയ എവിടെയാന്നില്ല. അന്ന് കാന്തപുരത്തിന് ആവശ്യമായിരുന്നു ഇത് പറയൽ. അത് പറയാൻ ഈ നിമിഷപ്രിയെ പുറത്തിറക്കാൻ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കാന്തപുരം പറഞ്ഞത് ഈ ഉമർ ഹഫീലിനെയാണ്. കേരളത്തിൽ വന്നിട്ടുണ്ട്, കാന്തപുരത്തിന്റെ സ്ഥാപനങ്ങളിൽ വന്നിട്ടുണ്ട്, പേരോടിന്റെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്, പേരോടിന് തലയെക്കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. മൂപ്പരുടെ സദസ്സിൽ സംഗീതോപകരണങ്ങളുണ്ട്, അവിടെ ഡാൻസ് ഉണ്ട്, അവിടെ പാട്ടുണ്ട്. എന്തേ മൂപ്പര വ്യാജ ത്വരീഖത്താണ് എന്ന് പറയാത്തത് എന്നാണ് ഇവിടെയുള്ള ഈ ത്വരീഖത്തിന്റെ ആളുകൾ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത്, വിശ്വാസം മുതൽ ഇത്തരം സംഗീതവും നൃത്തവും അടക്കം വ്യാജ ത്വരീഖത്ത് എന്ന് പേരോട് ആക്ഷേപിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ ഈ പേരോട് അംഗീകരിക്കുന്ന ത്വരീഖത്തുകൾക്കും കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആ വിശ്വാസമാണ് ഇവിടെ പഠിപ്പിച്ചത്. നോക്കൂ, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇതൊന്നും പറയാൻ പാടില്ല. ഏത് പേരോടിനെ കുറിച്ച്? പേരോട് പറയാൻ CM മടവൂരിനെ കുറിച്ച് ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. CM മടവൂരിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ? CM മടവൂര് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, CM മടവൂര് ലോകത്തെ നിയന്ത്രിക്കുന്നയാളാണ്, ഖുതുബുൽ ആലമാണ്, അതേപോലെ തന്നെ മുദബ്ബിറുൽ ആലമാണ് എന്നൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ? അതൊക്കെ അതിര് കവിഞ്ഞ വാദങ്ങളാണ്. ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ CM മടവൂരാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വഹാബികള് നമ്മളെ പറ്റി ചോദിക്കും, തിരിച്ചു ചോദിക്കും, അപ്പോ CM മടവൂർ ഉണ്ടായിരുന്നത് വരെ ആരാ ഈ ഫ്ലൈറ്റ് ഒക്കെ നിയന്ത്രിച്ചത് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് മറുപടി ഉണ്ടാവൂല. അതുകൊണ്ട് ഇത് പറയാൻ പാടില്ല എന്നാണ്. പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, AP വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവർക്ക് പ്രസംഗിക്കാൻ വേണ്ടിയുള്ള ഒരു നോട്ട് നൽകി. അതിലെന്താ പറഞ്ഞെന്നറിയോ? ഇങ്ങനെയുള്ള ബുദ്ധിക്ക് നിരക്കാത്ത കറാമത്തുകൾ പറയാൻ പാടില്ല. കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. ബുദ്ധിക്ക് നിരക്കുന്നതാണെ കറാമത്താവൂ? ആലോചിച്ച് നോക്കൂ. ബുദ്ധിക്ക് നിരക്കുന്നതാണെങ്കിൽ കറാമത്താണോ? ഇപ്പൊ മറിയം ബീവിക്ക് ഭക്ഷണം ലഭിച്ചു എന്ന് പറയുന്നത് ആ മഹദിയുടെ കറാമത്തായി വിശദീകരിക്കാറുണ്ട്. മറിയം ബീവി തൊട്ടടുത്തുള്ള ഫ്രൂട്ട് സ്റ്റാളിൽ പോയിട്ട് കുറച്ച് മുന്തിരിയും കുറച്ച് ആപ്പിളും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് കറാമത്താണുള്ളത്? 2 സഹാബികൾ നടന്നു പോകുമ്പോ അവർക്ക് വെളിച്ചം 2ആയി മാറി വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നത് കറാമത്തായി പറയാറുണ്ട്. അവർ 2 മെഴുകുതിരി കത്തിച്ചിങ്ങനെ പോവുകയായിരുന്നു. 2 2 വഴിക്ക് പോകാനായപ്പോ മെഴുകുതിരി എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു മെഴുകുതിരി ഒരാളും എടുത്തു, ബാക്കി ഒരു കഷ്ണം മെഴുകുതിരി കത്തിച്ചിട്ട് മറ്റേയാളും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കറാമത്തുണ്ടോ? കറാമത്ത് മുഅ്ജിസത്ത് എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിക്ക് നിരക്കാത്താണ്. മൂസാ നബി അലൈഹിസ്സലാം പാലം കെട്ടിയിട്ട് പാലത്തിന്റെ മുകളിൽ കൂടി പോയി, അല്ലെങ്കിൽ കൊട്ടത്തോണി ഇറക്കിയിട്ട് ആ തോണിയിൽ ആളുകൾ അപ്പുറം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് മുഅ്ജിസത്താണോ? അല്ല, അത് എല്ലാവർക്കും കഴിയും.
നേരെ മറിച്ച് നദിയിലേക്ക് വടികൊണ്ടടിച്ചു. ആ നദി രണ്ടായി മാറി. അതിലൂടെ മൂസാ നബി അക്കരെ കടന്നു. പിന്നാലെ വന്ന ഫിറഔനും സംഘവും അതിൽ മുങ്ങി മരിച്ചു എന്ന് പറയുമ്പോഴാണ് അത് മുഅ്ജിസത്താകുന്നത്. അത് ബുദ്ധിക്ക് നിരക്കാത്തതാണ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. അത് വിശ്വാസികൾ സ്വീകരിക്കുന്ന കാര്യമാണ്. ഇവര് പറഞ്ഞു ബുദ്ധിക്ക് നിരക്കാത്ത കറാമത്തുകൾ സ്വീകരിക്കാൻ പാടില്ല, ബുദ്ധിക്ക് നിരക്കുന്ന കറാമത്തുകളെ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഈ ആളുകളെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്തുപോയ ആളുകളെ ആക്ഷേപിക്കാൻ, അവര് ഒറിജിനൽ അല്ലെന്ന് പറയാൻ, അവർ വ്യാജന്മാരാണെന്ന് പറയാൻ, CM മടവൂരിനെ കുറിച്ച് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് പറയാൻ, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ ബലികഴിക്കുകയാണ് ഈ ആളുകൾ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് വൈലത്തൂര് വന്നിട്ട് പേരോട് ആളുകൾക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. എന്താ ഉപദേശം? പണ്ഡിതന്മാരെ എല്ലാവരും അംഗീകരിക്കണം, പണ്ഡിതന്മാരെ എല്ലാവരും സ്വീകരിക്കണം. കാരണം അള്ളാഹു പറഞ്ഞത് അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. ഈ ഉലുൽ അംർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ അനുസരിച്ചോളണം, അവർക്ക് വഴിപ്പെട്ട് ജീവിച്ചു കൊള്ളണം. എന്നാലേ ഈ ബന്ധം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ വയറ് മുറിഞ്ഞു പോകും എന്നാണ്, കണക്ഷൻ മുറിഞ്ഞു പോകും. എന്ത് കണക്ഷനാണ് സമസ്തക്ക് അള്ളാഹിന്റെ റസൂലുമായിട്ടുള്ളത്? ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം തന്നെ എടുത്തോളൂ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ, ഏതെങ്കിലും ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ സർവലോക രക്ഷിതാവായ റബ്ബിനെ അല്ലാതെ തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു നബിയെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, നൂഹ് നബിയെ, അയ്യൂബ് നബിയെ, സാലിഹ് നബിയെ, ദാവൂദ് നബിയെ, സുലൈമാൻ നബിയെ, ഏതെങ്കിലും ഒരു നബിയെ വിളിച്ചു തേടിയതായി തെളിയിക്കാൻ ഈ ആളുകൾക്ക് കഴിയോ? പിന്നെ എന്ത് കണക്ഷനാ ഉള്ളത്? നോക്കൂ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് കർമ്മം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ ഓർമ്മകൾ വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മണ്ണിലൂടെയാണ്, കർമ്മങ്ങളിലൂടെയാണ് ഹജ്ജ് കർമ്മം കഴിഞ്ഞു പോകുന്നത്. ഇഹ്റാം കെട്ടിയത് മുതൽ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയോട്, ഇസ്മായിൽ നബിയോട്, ബീവി ഹാജറിനോട് ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇബ്രാഹിം നബിയെ, എന്റെ മക്കൾക്ക് ആരോഗ്യം നൽകണേ. ഇസ്മായിൽ നബിയെ, എന്റെ കുട്ടികൾക്ക് ക്ഷമ നൽകണമേ, അല്ലെങ്കിൽ ക്ഷമ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ബീവി ഹാജർ, എന്റെ ഭാര്യക്ക്, എന്റെ ഉമ്മാക്ക് മനക്കരുത്ത് നൽകണേ. ഈ പൊന്നാനി മുനമ്പത്തെ ബീവിയേക്കാൾ എത്രയോ ശ്രേഷ്ഠയല്ലേ ഹാജറ ബീവി? ആ ഹാജറ ബീവിയോട് ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഒരു തേട്ടം കാണാൻ കഴിയില്ല നമുക്ക്. പിന്നെ എവിടെയാ ഈ കണക്ഷൻ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ കണക്ഷൻ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അംഗീകരിക്കുന്നതിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയും 1933 അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തപ്പോ നമ്മളുടെ ഉലമാ ആ കേരള ജമിയത്തുൽ ഉലമ എന്നതിന്റെ കൂടെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് കൂടി ചേർത്ത് വെച്ചത്. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. അവിടെയാണ് കണക്ഷൻ. അത് വെറുതെ പറയുന്നതല്ല. ഖബർ കെട്ടിപ്പൊക്കുന്നിടത്ത് ഈ വൈലത്തൂർ തങ്ങളുടെ നേർച്ച എന്ന പേരിൽ നേർച്ച സംഘടിപ്പിച്ചല്ലോ. അതില് വന്ന് പ്രസംഗിക്കുമ്പോഴാ പറയുന്നത് എന്ത്? കണക്ഷൻ നഷ്ടപ്പെട്ടു കേട്ടോ. ഖബർ കെട്ടിപ്പൊക്കാൻ കണക്ഷൻ ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടു പോയ സ്വഹാബികളില്ലേ, രക്തസാക്ഷികളായവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മകൻ മരണപ്പെട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു രക്തസാക്ഷികളായില്ലേ? സയ്യിദുശ് ശുഹദാ
രക്തസാക്ഷികളുടെ നേതാവാണ് ഹംസ റളിയല്ലാഹു അൻഹു. ആരുടെയെങ്കിലും ഖബർ കെട്ടിപ്പൊക്കി, ആരുടെയെങ്കിലും ഖബർ കെട്ടിപ്പൊക്കി. പാറാൾ നേർച്ച നടക്കുന്നത് പോലെ, വൈലത്തൂർ തങ്ങളുടെ ഖബറിനരികിൽ നേർച്ച നടക്കുന്നത് പോലെ, മമ്പുറത്തും മടവൂരിലും നേർച്ച നടക്കുന്നത് പോലെ, ഭീമാപള്ളിയിലും പുത്തൻപള്ളിയിലും ഉറൂസ് നടക്കുന്നത് പോലെ, പട്ടാമ്പിയിലും മണത്തലയിലും ചന്ദനക്കുടം നടക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു നേർച്ചയോ സമ്പ്രദായമോ ഈ ഖബറുകൾ കെട്ടിപ്പൊക്കി അള്ളാഹുവിന്റെ റസൂലോ ആ റസൂലിനെ പിൻപറ്റിയ സഹാബികളോ നടത്തിയോ? എന്ത് കണക്ഷനാണ് സമസ്തക്കാർക്ക് അള്ളാഹിന്റെ റസൂലുമായി ഉള്ളത്? എന്ത് കണക്ഷനാണ് സമസ്തക്കാർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുമായിട്ടുള്ളത്? ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കുരുവട്ടൂരികളെ തോൽപ്പിക്കാൻ, അതേപോലെയുള്ള ത്വരീഖത്തുകാരെ തോൽപ്പിക്കാൻ ഇവിടെ വന്നിട്ട് പറയാണ് കണക്ഷൻ വിട്ടുപോകും. കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവുമായി കടന്നു വന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ പറഞ്ഞയിടത്തിൽ നിന്ന്, പഠിപ്പിച്ചയിടത്തിൽ നിന്ന് കണക്ഷൻ വിട്ടുപോയി. ചോദിക്കട്ടെ, ഈ CM മടവൂരിനെ പറ്റി പടച്ചോനാണ് എന്നുള്ള പാട്ട് പാടിയപ്പോ ഓ അത് ഭയങ്കര അപകടമാണ്, അങ്ങനെ പാട്ട് പാടുന്നവരുടെ കൂട്ടത്തിലൊന്നും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു ഈ പുരോഹിതന്മാർ. ഈ മുസ്ലിയാക്കന്മാരെല്ലാരും പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ CM മടവൂരിനെ കുറിച്ച് പടച്ചോനാണ് എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി സമസ്തക്കാരുടെ വിശ്വാസം എന്താ? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി സമസ്തക്കാരുടെ വിശ്വാസം എന്ത്? ഈ ഷെയ്ഖ് ജീലാനി എപ്പോഴാ സൃഷ്ടിക്കപ്പെട്ടത്? അന കുന്തു ഫിൽ ഉലിയ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈൻ ഇജ്തിമാഅൽ അഹിബ്ബതി. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിന്റെ കൂടെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ നൂറാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നൊരു കള്ളക്കഥ ഈ ആളുകൾ പറയാറുണ്ട്. ആ നൂറുണ്ടാകുമ്പോ ഞാനും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴാ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടായത്? ആ നൂറിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യ സൃഷ്ടിക്ക് മുമ്പേ അവിടെ ഈ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ട് എന്നാണ്. ഇതല്ലേ സമസ്തയുടെ വിശ്വാസം? ഇതല്ലേ സമസ്തയുടെ വിശ്വാസം? സൃഷ്ടിയാണോ മുഹീദ്ദീൻ ഷെയ്ഖ്? അന്നേ അവിടെയുണ്ട്, തീർന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന്റെ പോരിശുകൾ പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പദ്യങ്ങൾ ഉണ്ടല്ലോ. എന്തൊക്കെയാ പറയുന്നത്? ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്നെനിക്കറിയാം, ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്നെനിക്കറിയാം. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ കാട് വെടിച്ച് കിടക്കുകയായിരുന്നല്ലോ. അത് വെട്ടിയ ആളോട് ചോദിച്ചു നോക്കൂ, എത്ര ചെടിയാ ഞങ്ങൾ വെട്ടിയത്? അറിയോ? ഇല്ല. ആർക്കറിയും? മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയും എത്ര ചെടിയുണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയാം. ഈ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എന്നതിന്റെ എണ്ണം ഷെയ്ഖ് ജീലാനിക്കറിയാം. സമസ്തക്കാരുടെ വിശ്വാസമല്ലേ? അള്ളാന്റെ ഇൽമ എത്രയാണ്? ചെടിയും മരവും അതേപോലെ കൊമ്പും ഇലയൊക്കെ അവിടെ നിൽക്കട്ടെ, അള്ളാന്റെ ഇൽമ എത്രയാണ് എന്നെനിക്കറിയാം. എങ്ങനെ? അതിന്റെ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഞാൻ പറഞ്ഞു തരാം. പിന്നെയോ കടലിൽ എത്ര തിരമാലകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം. പണ്ടൊരാള് പറഞ്ഞല്ലോ, ഒരു വിഷയത്തിൽ ചർച്ച ഇങ്ങനെ നടന്നപ്പോ ആളെ പേര് ഞാൻ പറയില്ല, വേണമെങ്കിൽ തുപ്പിക്കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ CM മടവൂരിനെ പറ്റി പടച്ചോനാണ് എന്ന് പറഞ്ഞത് വലിയ അബദ്ധം. പക്ഷേ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി അദ്ദേഹം അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ, അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിക്ക് മുമ്പേ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല.
ഈ പറഞ്ഞതുപോലെ ലോകത്തുള്ള ചെടികളുടെ എണ്ണം, മണൽത്തരികളുടെ എണ്ണം, അതേപോലെ തന്നെ ഈ തിരമാലകളുടെ എണ്ണം, അള്ളാഹുവിന്റെ അക്ഷരങ്ങളുടെ എണ്ണം, ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയുന്നു ഈ ആളുകൾ. മാത്രല്ല എല്ലാ കാലത്തും ശൈഖ് ജീലാനി ജീവിച്ചിരുന്നു എന്നാണ് അല്ലേ? അനകന്തു മാനൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് നബിയുടെ കാലത്ത് ഞാനുണ്ട്. ആ കപ്പൽ സഞ്ചരിച്ചത് എന്റെ ഉള്ളംകൈയുടെ കുതിരത്ത് കൊണ്ടാണ്. നൂഹ് നബിന്റെ കപ്പല് മൂപ്പരിങ്ങനെ താങ്ങിക്കൊണ്ടു വന്നതാണ്. ഇപ്പോ ചില ആളുകൾ ഒരു കഥ പറയാറുണ്ട്. ഒരു മൊയ്ലിയാര് പറയാൻ, മൂപ്പര് ഉംറക്ക് പോയി തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് കപ്പലിലാണ് വരുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് കപ്പലിനൊരു പ്രശ്നം, അത് മുന്നോട്ട് പോകുന്നില്ല. അതിന്റെ ചലനത്തിൽ ഒരു വേഗത കുറവ്. അപ്പൊ ഈ മൊയ്ലിയാരും ആളുകളും പോയിട്ട് ക്യാപ്റ്റനോട് ചോദിച്ചു, എന്താ പ്രശ്നം, കപ്പലിന് എന്തോ കുഴപ്പമുള്ള പോലെ. അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു, ഈ കപ്പലിന് 3 എഞ്ചിനാണുള്ളത്. ഒന്നാമത്തെ എഞ്ചിൻ നിന്നുപോയി, രണ്ടാമത്തോ നിന്നു, മൂന്നാമത്തോ ഇപ്പം നിൽക്കാൻ പോവാണ്, മൂന്നാമത്തതും ഇപ്പം നിന്നു പോകും. ഇത് പറഞ്ഞപ്പോ ഈ ആളുകൾ എന്ത് ചെയ്തു? മുസ്ലിയാര് വേഗം CM മടവൂരിന്റെ പേരിൽ ഒരു ഫാത്തിഹ നേർച്ചയാക്കി ഫാത്തിഹ ഓതാൻ തുടങ്ങി. അങ്ങനെ ഫാത്തിഹ ഇങ്ങനെ ഓതി 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 കുറച്ച് കഴിഞ്ഞപ്പോ ക്യാപ്റ്റൻ വന്നിട്ട് പറഞ്ഞു, കപ്പൽ റെഡിയായി. അപ്പൊ ഇവര് ചോദിച്ചു, എങ്ങനെയാ റെഡിയായത്? അത് ഞാനിങ്ങനെ കപ്പലിന്റെ മുകളിൽ നിൽക്കുമ്പോ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നു വന്നു. ആ ഹെലികോപ്റ്ററിൽ നിന്ന് വലിയ നീളക്കുപ്പായൊക്കെ ഇട്ട ഒരാളിങ്ങനെ തൂങ്ങി ഇറങ്ങി. അയാളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് 3 എഞ്ചിനും അടിച്ചു. പൊയ്ക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് തൂങ്ങി ആ ഹെലികോപ്റ്ററിലേക്ക് കയറി. മൂപ്പര് ഹെലികോപ്റ്റർ പറന്നങ്ങ് പോയി. ഇവര് നാട്ടിലെത്തി. അന്ന് ഈ CM മടവൂര് എന്ന് പറഞ്ഞ ഔവക്കുരേലിയാര് കോഴിക്കോട്ടെ ഒരു മൂപ്പന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന കാലാണ്. അതൊരു വലിയ കറാമത്താണ് കേട്ടോ. 13 കൊല്ലക്കാലം CM മടവൂരിന്റെ കാല് നിലത്ത് തൊട്ടിട്ടില്ല, ഭൂമിയിൽ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു കറാമത്ത്. കാരണം മൂപ്പന്റെ വീടിന്റെ 1ാമത്തെ നിലയിലാണ്. വലിയ കറാമത്താണത്. കാരണം ഈ 13 കൊല്ലം മൂപ്പര് താഴെ ഇറങ്ങിയിട്ടില്ല. ഒരു വെള്ളിയാഴ്ച അയാള് പള്ളിയിൽ പോയിട്ടില്ല, ഒരു പെരുന്നാക്കായാലും പള്ളിയിൽ പോയിട്ടില്ല, ഒരു റമദാന് പള്ളിയിൽ പോയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിൽ ഒരു കല്യാണ ആലോചനയായിട്ട് ഒരാൾ വന്നു എന്ന് വിചാരിച്ചു. ഒരു കല്യാണ ആലോചനയായിട്ട് ഒരാൾ വന്നപ്പോ ഒരാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ചെക്കൻ, എങ്ങനെയുണ്ട്? ചെക്കൻ കുഴപ്പമൊന്നുമില്ല, നല്ല ജോലിയൊക്കെ ഉള്ള ചെക്കനാണ്. പക്ഷേ ഒന്തി തള്ളിയിട്ടാലും പടിഞ്ഞാറോട്ടം തിരിഞ്ഞു പോവില്ല, പള്ളി വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നാൽ പോലും പള്ളിയിൽ പോവില്ല എന്ന് ഒരു പയ്യനെ പറ്റി പറഞ്ഞാൽ ഈ പെണ്ണിന്റെ വാപ്പ എന്താ പറയാ? അങ്ങനത്തെ ഒരു ഔലിയനെ തന്നെ ഞങ്ങളും നോക്കുന്നത്, ഞങ്ങൾക്കും വേണ്ട അങ്ങനത്തെ ഒരു വലിയാണ്, അൽഹംദുലില്ലാ നല്ല ചെക്കനാണല്ലോ എന്ന് ഏതെങ്കിലും ബുദ്ധിയും ബോധവും വെളിച്ചമുള്ള ഒരു രക്ഷിതാവ് പറയോ? ഇല്ല. പക്ഷെ CM മടവൂര് 13 കൊല്ലം വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ടില്ല, വലിയൊരുനാളും വെള്ളിയാഴ്ച വന്നിട്ടും പോയിട്ടില്ല, ഒറ്റക്ക് വന്നിട്ടും പോയിട്ടില്ല. ഇതാണ് വലിയ കറാമത്ത്. അപ്പൊ ഈ മൊയ്ലിയാരും കൂട്ടരും എന്ത് ചെയ്തു? നേരെ ഇവിടെ നിന്ന് കപ്പലിറങ്ങി CM മടവൂരിന്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ മൂപ്പരെ ഫോട്ടോ? കുപ്പായൊന്നും ഇടാതെ ഇങ്ങനെ തലക്ക് പുറത്ത് കയ്യും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ആ കിടത്താണ് മൂപ്പര് കിടക്കുക. അപ്പൊ ചെന്ന് ഇവര് വാതില് തുറന്ന് അങ്ങ് കേറിയപ്പോ തന്നെ മൂപ്പര് പറഞ്ഞു, കപ്പല് നിങ്ങൾ പേടിച്ചു പോയില്ലേ, ഞാൻ അപ്പൊ തന്നെ വന്ന് ശരിയാക്കി, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, ഹെലികോപ്റ്ററിൽ പറന്നു വന്നത്, തൂങ്ങിയിറങ്ങിയത്, അടിച്ചത്, തൂങ്ങിക്കയറിയത്, പറന്നു പോയത് ആരാണ്? CM മടവൂരാണ്. ഇത് പറയുമ്പോ പേരോടും കൂട്ടരും പറയുന്നു, പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മുഹീദ്ദീൻ ശൈഖിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും എപ്പോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂഹ് നബിയുടെ കാലത്ത് നൂഹ് നബിയുടെ കപ്പൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ മുഹീദ്ദീൻ ശൈഖിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് CM മടവൂരിന് ആയിക്കൂടാന്നാണ് ഈ പിഴച്ച ത്വരീഖത്തുകാര് ചോദിക്കുന്നത്. ആദ്യം തള്ളിപ്പറയേണ്ടത് മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയുന്ന ഈ വാദമല്ലേ? തീർന്നില്ല. പിന്നെയോ ഇബ്രാഹിം നബിന്റെ കൂടെ ഞാനുണ്ട്.
ഇബ്രാഹിം നബീനെ തീയിലെറിഞ്ഞപ്പോ തീ തണുത്തുപോയി എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞതാണ് എന്ത്? ഇബ്രാഹിം നബിക്ക് ബർദം വസ്സലാമ, ഇബ്രാഹിം നബിക്ക് തണുപ്പാകണേ എന്ന് തീയോട് അള്ള പറഞ്ഞു എന്നാണ്. അത് വെറുതെ പറഞ്ഞാണ് നമ്മളൊക്കെ വിചാരിച്ചത്. അല്ല, അള്ളാന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. പിന്നെയോ ഞാൻ പഠിച്ചവനോട് ധാരണാണ്, പഠിച്ചവനെ അതാ പാവ ഇബ്രാഹിമിനെ അതാ തീയിലിട്ടിരിക്കുന്നു, അത് തണുപ്പാക്കിക്ക്, ഇല്ലെങ്കിൽ ആ നബി കത്തിപ്പോവും എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? അള്ളാഹ് അത് തണുപ്പായി കൊടുത്തത് എന്ന് മൊഹീദ്ദീൻ ശൈഖിനെ പറ്റി വിശ്വസിക്കുന്ന സമസ്തക്കാരെ, കാന്തപുരം സമസ്തക്കാരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് CM മടവൂരിനെ ഇത്തരം വിശേഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ത്വരീഖത്തുകാരെ ആക്ഷേപിക്കാൻ കഴിയുക? ഇത് തെറ്റാന്ന് പറയണ്ടേ? മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ അടുത്തേക്ക് പോയല്ലോ, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ചെന്നല്ലോ. ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മൂസാ നബീനെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹ് ചോദിക്കുന്നില്ലേ, വമാ തിൽക ബിയമീനിക യാ മൂസ, എന്താ മൂസ ഇടത്തെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞല്ലോ, അത് എന്റെ വടിയാണ്. അത് സത്യത്തിൽ മൂസാ നബീന്റെ വടിയല്ലോ. പിന്നെയോ എന്റെ ഒരു വടി ഉണ്ടായിരുന്നു, മൂസ പോകുമ്പോ ഞാൻ പറഞ്ഞാണ്, ഇന്ന മൂസ ഈ വടി കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിച്ചു കൊടുത്ത വടിയാണ്. ഈ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ, ത്വരീഖത്തുകാർ വിശ്വസിക്കുന്ന ഈ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ, ഖാദിരിയ ത്വരീഖത്തുകാർ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ബൈത്ത് തെറ്റാണെന്ന് പറയാൻ, വിർദായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ബൈത്ത് തെറ്റാണെന്ന് പറയാൻ, അത് അപകടമാണെന്ന് പറയാൻ, അത് ചൊല്ലരുതെന്ന് പറയാൻ, അത് ദീനിനെതിരാണെന്ന് പറയാൻ തയ്യാറാകുമോ ഈ ആളുകൾ? ഇവർക്ക് കഴിയോ? ഇങ്ങനെ ത്വരീഖത്തുകൾ ഉണ്ടാക്കി ഇനിയും ഇതിൽ നിന്ന് തന്നെ ഒരുപാട് വരികൾ ഉദ്ധരിക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ ആരുണ്ട്? കാന്തപുരത്തിന്റെ മകൻ ഹക്കീമുണ്ട്, അബ്ദുൽ ഹക്കീമുണ്ട്. മൂപ്പര് പറയാൻ, ഇപ്പോ വ്യക്തിഗത ശൈഖുമാരുടെയൊക്കെ കാലം കഴിഞ്ഞു, ഇനി സംഘടനയാണ് ശൈഖ്. കാരണം വ്യക്തിഗത ശൈഖിനെ പിൻപറ്റുന്നവരാണ് എല്ലാ ത്വരീഖത്തുകാരും. ഏത് ത്വരീഖത്തുകാരെങ്ങൾ എടുത്തോളൂ, ആ ത്വരീഖത്തുകാർക്കൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു ശൈഖ് ഉണ്ടാവും. ആ ശൈഖിന്റെ പിന്നാലെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ശൈഖിന്റെ പിന്നാലെ പോകുന്നവരോട് പറയാണ് എന്ത്? ഇനി ഇങ്ങനെ വ്യക്തിഗത ശൈഖില്ല, സംഘടനയാണ് ശൈഖ്. അപ്പൊ ഇതുവരെ യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞവരൊക്കെ എന്ത് പറയണം? യാ സമസ്ത മുശാവറ എന്ന് ചൊല്ലണോ? ഇനി ശൈഖില്ലല്ലോ. ആരാ ശൈഖ്? സമസ്തയാ ശൈഖ്. വേണമെങ്കിൽ അതിന്റെ കൂടെ യാ മുശാവറ അബ്ദുൽ ഹക്കീമുൽ കാന്തി എന്നുകൂടി ചേർത്തോട്ടെ. മൂപ്പരെ പേരങ്ങനെയാണ്, അബ്ദുൽ ഹക്കീമുൽ കാന്തി എന്നാണ്. എന്താന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോ ഇതിങ്ങനെ കണ്ടാൽ ആളുകൾ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പറയുന്നത് പോലെ അബ്ദുൽ ഹക്കീം കാന്തി. ഇതിപ്പോ കാന്തിയാണോ ഗാന്ധിയാണോ എന്നൊന്നും ഉത്തരേന്ത്യയിലെ സാധുക്കൾ ആലോചിക്കൂലല്ലോ. അപ്പൊ ഓലൊക്കെ ആയിട്ട് എന്തോ ഒരു ബന്ധമുള്ള ആളാണ് മൂപ്പര് എന്ന് വിചാരിച്ചോട്ടെ എന്നുള്ള നിലയിൽ മൂപ്പരുടെ പേരിന്റെ അവസാനം കാന്തി കൂടി ചേർത്തുകൊണ്ടാണ് ഈ ആളുകൾ പറയുന്നത്. പറയാൻ കഴിയോ? എന്ത് തെളിവാണ് ഈ സംഘടനയാണ് ശൈഖ് എന്നുള്ളതിനുള്ളത്? നമ്മൾ അന്നേ പറഞ്ഞു, അങ്ങനെ ഒരു ശൈഖും അങ്ങനെ ഒരു മുറബിയായ ശൈഖും അങ്ങനെ ഒരു ത്വരീഖത്തും ഇല്ല. അതുണ്ടെങ്കിൽ അത് കാണിച്ചു തരേണ്ടിയിരുന്നത് സ്വഹാബത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുറബിയായ ശൈഖാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ത്വരീഖത്ത് ഉണ്ടാക്കിയോ? അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഇനി നമ്മളെ മുറബിയായ ശൈഖ് ഉമർ ബിൻ ഖത്താബ് ആണെന്ന് പറഞ്ഞോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുറബിയായ ശൈഖായി താബീകൾ കൊണ്ടു നടന്നോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് നമ്മളുടെ മുറബിയായ ശൈഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ത്വരീഖത്ത് പിൽക്കാലക്കാരുണ്ടാക്കിയോ? ഉണ്ടാക്കിയിട്ടില്ല. ഈ ത്വരീഖത്ത് തന്നെ പുതിയതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ആ ത്വരീഖത്തുകളാണ് ഈ സമൂഹത്തെ വഴിപിഴപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ടോ ആ ത്വരീഖത്തുണ്ടാക്കി അതിന്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച് ഓരോരുത്തരും അവരവർക്ക് തോന്നിയ വിശ്വാസങ്ങളും അവരവർക്ക് തോന്നിയ ആചാരങ്ങളും പറയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രത്യേകതകളൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹ്ക്കാണ് ഉത്തമ നാമങ്ങൾ. ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നാ പഠിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി. അള്ളാഹിന്റെ നാമങ്ങളിൽ കൃത്രിമത്വം നടത്തുന്ന ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം, അവരെ നിങ്ങൾ വിട്ടുകളയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ കൃത്രിമമല്ലേ ഇവരീ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എവിടുന്ന് വിളിച്ചാലും അറിയും, എവിടുന്ന് വിളിച്ചാലും കാണും എന്നൊക്കെയല്ലേ ഈ മുസ്ലിയാക്കന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ ചില ആളുകൾ ചോദിക്കാൻ തുടങ്ങി കേട്ടോ, ഈ മടവൂരിന്റെ മഹത്വം ആളുകൾ പറഞ്ഞ് അതിരുവിട്ട് പോയപ്പോ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കാൻ തുടങ്ങി. എന്ത്? അങ്ങനെ എല്ലാ കാര്യങ്ങളും മടവൂരിനോട് ചോദിക്കാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും മടവൂര് ചെയ്തു തരുമോ? എല്ലാ സമയത്ത് വിളിച്ചാലും മടവൂര് കേൾക്കുവോ? മരിച്ചവര് കേൾക്കുവോ എന്നൊക്കെ ചോദിക്കുക. ഇതാ നമ്മളും ചോദിച്ചത്. എല്ലാ സമയത്തും ഈ മഹാമാരി കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കുന്ന സമയമേത് എന്ന് പറയാൻ ഈ ആളുകൾക്ക് കഴിയണ്ടേ? ഇന്ന സമയത്ത് ഇപ്പൊ ഡോക്ടർമാരെയൊക്കെ വീട്ടിന്റെ മുമ്പ് പോയാൽ നമ്മൾ കാണും 10 മണി മുതൽ 11 മണി വരെ, അല്ലെ 12 മണി വരെ, അല്ലെങ്കിൽ 4 മണി മുതൽ 7 മണി വരെ, അല്ലെങ്കിൽ 7 മണി മുതൽ 9 മണി വരെ ഇത്രേ ഡോക്ടർമാരുണ്ടാവും എന്ന് പറയും. ഇതുപോലെ ഈ ശൈഖുമാര് കേൾക്കുന്ന സമയതാ? CM മടവൂരിന്റെ അപ്പോയിന്റ്മെന്റുകൾ സ്വീകരിക്കുന്ന സമയം ഏതൊക്കെയാ? ഇന്ന സമയത്ത് വിളിച്ചാൽ CM മടവൂര് കേൾക്കും, ഇന്ന സമയത്ത് വിളിച്ചാൽ മമ്പർന്നങ്ങൾ കേൾക്കും, ഇന്ന കാര്യങ്ങൾ മാത്രം. അല്ലെ, ഒരാള് വീണ് കൈപൊട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ഇതാ എന്നാ പിന്നെ വയലത്തൂരില് അല്ലെങ്കിൽ തലക്കടത്തൂരില് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, മൂപ്പരെടുത്ത് പോവാ എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. നല്ല ഓർത്തോന്റെ ഡോക്ടർ, എല്ലിന്റെ ഡോക്ടർ ആരാ ഉള്ളത്? അവിടേക്ക് പോവാന്നാ പറയാ. ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് ഏതെങ്കിലും മൂല്യാര് ഇന്നേ വരെ എല്ലിന്റെ ഡോക്ടറെ അടുത്ത് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താ പോവാ. ഇതുപോലെ CM മടവൂര് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കില്ലെങ്കിൽ എന്തിന്റെ സ്പെഷ്യലിസ്റ്റാ മൂപ്പര്? പറഞ്ഞു കൊടുക്കണ്ടേ ഈ സമുദായത്തോട്? മൂപ്പര് ഇന്ന കാര്യങ്ങളെ ഏറ്റെടുക്കൂ എന്നാരാ പറഞ്ഞത്? എന്നാരാ പഠിപ്പിച്ചത്? ഇസ്തിഗാസ എന്ന് പറയുന്ന വിഷയത്തിൽ ഈ ആളുകൾ പെട്ടിരിക്കുന്ന വലിയ അബദ്ധമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാ മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എന്തേ കാര്യം? അള്ളാഹു പറഞ്ഞത് ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുവൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഒരു ശൈഖുമില്ല, ഒരു തങ്ങളുമില്ല, ഒരു ഉപ്പാപ്പയില്ല. മുസ്ലിം സമുദായത്തിന്റെ ആകുലതകൾ ഇറക്കി വെക്കാൻ ഒരു കേന്ദ്രവുമില്ല. ആര് പറഞ്ഞാലും ശരി. അജ്മീറിനെ കുറിച്ച് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു നേതാവ് പറഞ്ഞു, മുസ്ലിം സമുദായത്തിന്റെ ആകുലതകൾ ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ് അജ്മീറിലെ ദർഗ. അല്ല, മുസ്ലിം സമുദായത്തിന് ആകുലതകൾ ഇറക്കി വെക്കാനുള്ള കേന്ദ്രം സർവ്വലോക രക്ഷിതാവായ റബ്ബാണ്. അവിടെയാണ് ഇറക്കി വെക്കാൻ പറഞ്ഞത്. ജീവിതത്തിൽ എന്തെന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും, എന്തെന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് ആ സന്തോഷ വാർത്ത. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്ക് എന്തെങ്കിലും ആകുലതകൾ ഉണ്ടായാൽ, അവർക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ജാറങ്ങളിൽ പോയി അത് ഇറക്കി വെക്കുമെന്നല്ല അല്ലാഹ് പറഞ്ഞത്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ് എന്ന് പറയും എന്നാണ്. സ്വഹാബത്തിന് ആകുലതകൾ ഉണ്ടായി. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായ അപ്പോൾ തുടങ്ങിയ ആകുലതകളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായോ ഇല്ലേ എന്ന കാര്യം തുടങ്ങി സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഏതെങ്കിലും ഒരു സഹാബി അള്ളാന്റെ റസൂലിനോട് പോയി ചോദിച്ചോ, അള്ളാന്റെ റസൂലെ നിങ്ങൾ വഫാത്തായോ ഇല്ലേ എന്നുള്ള തർക്കം നടക്കാണ് ഇവിടെ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കൊല്ലൂന്ന് പറഞ്ഞ് നടക്കാണ്, ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ഞങ്ങളുടെ ഈ ആകുലതയൊന്ന് പരിഹരിക്കൂ എന്ന് പറഞ്ഞ് തേടിയോ? ഇല്ല. പിന്നീട് ഭരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത് കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തെ പ്രശ്നങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തെ പ്രശ്നങ്ങൾ, മറ്റ് ഖലീഫമാരുടെ കാലത്തെ പ്രശ്നങ്ങൾ. ഏതെങ്കിലും ഒരു സഹാബി ഈ ആകുലതകൾ ഇറക്കി വെക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് ആകുലതകൾ ഇറക്കി വെക്കാൻ ഒരു ജാറവും ആവശ്യമില്ല, ഒരു ദർഗയും ആവശ്യമില്ല എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റബ്ബിന്റെ മുമ്പിലാണ് നമ്മൾ തേടേണ്ടത്, ആ റബ്ബിനോടാണ് നമ്മൾ ഇത് പറയേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. ഇത് ഉറക്കെ പറയേണ്ട കാലമാണിത്. ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്ത് പോലും അള്ളാനെ ഓർമ്മിക്കുന്നതിന് പകരം ശംസുൽ ഉലമയെ ഓർമ്മിച്ചോളൂ എന്ന് പറയുന്ന കാലം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ശൈഖുമാരെ വിളിച്ചോളൂ എന്ന് പറയുന്ന കാലം. തൗഹീദിന്റെ പ്രഭാഷണ വേദികളിലും വാദപ്രതിവാദ വേദികളിലും ഉണ്ടായിരുന്ന ആളുകൾ പോലും രാത്രിയിൽ ഇരുളിൽ അകപ്പെട്ട മനുഷ്യൻ അവിടെ ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ആ ജിന്നിനോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം, അതിന് ന്യായം ചമക്കുന്ന കാലം. അത് ശിർക്കാവൂല എന്ന് പറയുന്ന ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ പറയുന്നത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിശ്വസിച്ച് അതിനോട് തേടിയ വെളിച്ചം തരണേന്ന് പറഞ്ഞാൽ ശിർക്കാവൂല എന്നാണല്ലോ വാദം. ഇത് ശിർക്കാണെന്ന് പറയുമ്പോ ഇവിടെ ജിന്നി എന്നുള്ള മാറ്റി അള്ളാന്ന് കൊണ്ടുവന്നിട്ട് ചോദിക്കാൻ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹു ആണെന്ന് വിചാരിച്ച് വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാകുമോ? എന്തൊരു കഷ്ടം ആലോചിച്ചു നോക്കൂ. ഇവരെങ്ങാൻ മരിച്ചവരോട് തേടിയാ ശിർക്കാവൂല എന്ന് വാദിക്കുന്ന ടീമായി മാറിയാൽ, അങ്ങനെ മാറാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക, അങ്ങനെ മാറിയാൽ ഇവരെന്താ ചോദിക്കുക? മരിച്ചവര് തോടിയാൽ എങ്ങനെ ശിർക്കാവുക? കാരണം അള്ളാഹു മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് മരിച്ചുപോയ അള്ളാഹുവേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? എന്നാവൂലേ ഈ മനുഷ്യന്മാര് ഉദാഹരണം കൂട്ടിക്കൊഴക്ക? അള്ളാഹു ഫിത്നകളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. തൗഹീദ് ഉറക്കെ പറയേണ്ട കാലമാണിത്. ഈ നവോത്ഥാനത്തിന്റെ ചരിത്രം ഉറക്കെ പറയേണ്ട കാലമാണിത്. നമ്മൾ 100ാം വാർഷികം പ്രഖ്യാപിച്ചതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു സംഘടന 100ാം വാർഷികം പ്രഖ്യാപിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികം പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചത് മുതൽ കേൾക്കുന്ന ഒരു പദം എന്താന്ന് ചോദിച്ചാൽ സമവായം എന്നുള്ളതാണ്. സമസ്തയുടെ 100ാം വാർഷികം പ്രഖ്യാപിച്ചത് മുതൽ കേൾക്കുന്നത് സമവായം എന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കമ്മിറ്റി ഉണ്ടാക്കുന്നു, സ്വാഗത സംഘം ഉണ്ടാക്കുന്നു, അത് ഒരു കൂട്ടർ ബഹിഷ്കരിക്കുന്നു. അപ്പോ ഈ ബഹിഷ്കരിച്ച ആളുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റി, ആ കമ്മിറ്റി ആദ്യത്തെ കമ്മിറ്റിന്റെ മേലെയാണോ താഴെയാണോ എന്ന് പരിശോധിക്കാൻ വേറൊരു കമ്മിറ്റി, ഇത് മേൽ കമ്മിറ്റിയാണോ കീഴ് കമ്മിറ്റിയാണോ എന്നറിയാൻ വേറൊരു കമ്മിറ്റി. ഇങ്ങനെ എല്ലാം കൂടി സമവായ കമ്മിറ്റി ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ അമ്പലക്കടവ് ഫൈസി പറയാണ് അതൊന്നും ശരിയല്ല, അതൊക്കെ ഇതിന്റെ താഴെയാണ്. വേറൊരാള് പറയാണ് അതൊക്കെ ഇതിന്റെ മേലെയാണ്. ഇന്ന് യുഎഇയിലാണ് എന്നാണ് എന്റെ ഓർമ്മ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ അദ്ദേഹം അധ്യക്ഷനാണോ ആശംസയാണോ? 2 നോട്ടീസാണ്. ഒരു കൂട്ടർ പറയുന്നു അധ്യക്ഷനാണ്, വേറൊരു കൂട്ടർ പറയുന്നു ആശംസയാണ്. എന്തേ ഇതുണ്ടായത് എന്നറിയോ? എന്തേ ഇതുണ്ടായത് എന്ന് ചോദിച്ചാൽ, എന്ന് ഇത് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, സമസ്തയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പേര് തന്നെ പറയട്ടെ, ജിഫ്രി തങ്ങൾ ഈ സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ എന്ന് ആരംഭിച്ചോ അന്ന് സമസ്തയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വഖഫ് വിവാദം കേരളത്തിൽ കത്തിപ്പടർന്ന സന്ദർഭം. ഇത് പള്ളികളിൽ വെച്ച് പറയണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം, സർക്കാരിന്റെ ഈ സമീപനത്തെ കുറിച്ച് ജനങ്ങളോട് ഗൗരവത്തോടു കൂടി പറയണം എന്ന്
കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാം ഒന്നിച്ചുകൂടി തീരുമാനിച്ചു. എന്താ ഉണ്ടായത്? പിറ്റേന്ന് ഒന്നിരുട്ടി നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ ജിഫ്രി തങ്ങൾ സമുദായത്തിന്റെ ഒറ്റുകാരനായി, ഇത് പള്ളി പറയേണ്ട വിഷയമല്ല, പള്ളി പറയാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അധ്യക്ഷൻ ആദരണീയനായ ടി.പി. അബ്ദുള്ള കോയ അതിന് പറഞ്ഞു, ഇത് പള്ളിയുടെ കാര്യമാണ്, ഇത് സമുദായത്തിന്റെ കാര്യമാണ്, ഇത് പള്ളികളിലാണ് ഞങ്ങൾ പറയുക. സമസ്തക്കാരായ ആളുകൾ പോലും ആ പ്രഖ്യാപനം ഏറ്റെടുത്തു. ജിഫ്രി തങ്ങളെ മാറ്റി നിർത്തി പള്ളികളിൽ ഈ വിഷയം ആളുകളോട് പറഞ്ഞു. അന്ന് തുടങ്ങി ഈ സമുദായത്തിന്റെ ഒറ്റുകാരനായി അയാൾ രംഗത്ത് വരികയും സമുദായ താല്പര്യങ്ങളെ ബലികഴിക്കാൻ, സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് അനുകൂലികൾ എന്നൊരു വിഭാഗം, മുസ്ലിം ലീഗിനെ അനുകൂലിക്കാത്തവർ എന്ന രണ്ട് വിഭാഗത്തെ ആ സമസ്തയിൽ സൃഷ്ടിച്ചെടുത്തു. സമസ്തക്കാർക്ക് മറക്കാൻ കഴിയോ മുസ്ലിം ലീഗിനെ? 1989 പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഹുങ്കോടുകൂടി സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരു വിഭാഗം ആളുകൾ പുറത്തു പോവുകയും പള്ളികളും സ്ഥാപനങ്ങളും മദ്രസകളും പിടിച്ചെടുക്കുകയും പിടിച്ചെടുക്കാൻ കഴിയാത്തത് പൂട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോ സമസ്തയുടെ സ്ഥാപനങ്ങൾ കുറക്കൊഴിഞ്ഞ് കാവൽ നിന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായിരുന്നില്ലേ? ആ മുസ്ലിം ലീഗിനെ പരിഗണിക്കാതെ, ആ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായ സമസ്തക്കാരെ പരിഗണിക്കാതെ, മുസ്ലിം ലീഗുകാരായ മുജാഹിദികളെയല്ല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരാണ് എന്നതുകൊണ്ട് ആ സമസ്തക്കാരെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരു സമീപനം ഈ ജിഫ്രി സമസ്തയിലേക്ക് കൊണ്ടുവന്നു. എന്താ കൊണ്ടുവരാൻ കാരണം? ഈ 1989 കാന്തപുരം വിഭാഗത്തിന്റെ ഹുങ്കിനോട് പോരാടി സമസ്തയുടെ സ്ഥാപനങ്ങളും സമസ്തയുടെ പള്ളികളും സമസ്തയുടെ മദ്രസകളും സംരക്ഷിക്കാൻ ലീഗുകാരായ സമസ്തക്കാർ നെട്ടോട്ടമോടിയിരുന്ന സമയത്ത് ജിഫ്രി തങ്ങൾ സമസ്തയുടെ 4 അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല. അയാൾക്കതിന്റെ വിലയറിയില്ല. ആ സംഘടിത ശക്തിയുടെ ബലം ജിഫ്രി തങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ സമസ്തയെ ഭിന്നിപ്പിക്കാൻ, സമസ്തയിൽ ഇങ്ങനെ ഇരുവിഭാഗത്തെ സൃഷ്ടിച്ചെടുത്ത് അതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വളരെ ആസൂത്രിതമായ ശ്രമമാണ് ജിഫ്രി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാണ് 100ാം വാർഷികം ഈ പറഞ്ഞതുപോലെ സമവായവും സമവായ കമ്മിറ്റിയും മേൽക്കമ്മിറ്റിയും കോർഡിനേഷൻ കമ്മിറ്റിയും കോർ കമ്മിറ്റിയും അതിന്റെ മുകളിൽ വേറെ കമ്മിറ്റിയും ഒക്കെയായി കമ്മിറ്റികൾ രൂപീകരിച്ച് പരസ്പരം സോഷ്യൽ മീഡിയകളിൽ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് സമസ്തയെ കൊണ്ടുപോയി എത്തിച്ചത് നിങ്ങൾ അറിയോ? ഏതുവരെ എന്ന് ചോദിച്ചാൽ ലീഗ് അനുകൂലികളായ സമസ്തക്കാർ ഫലസ്തീനികൾക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂടണം, ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോ അതിനെപ്പോലും പരിഹസിച്ചുകൊണ്ട്, അതിനെപ്പോലും പുച്ഛിച്ചുകൊണ്ട്, അതിനെപ്പോലും ആക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ ഈ ജിഫ്രി തങ്ങളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തയ്യാറായി. ഇതൊക്കെ ഈ സമുദായത്തെ ഭിന്നിപ്പിച്ചതിന്റെ ഫലമാണ് ഇവർ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് അന്ന് തുടങ്ങിയതാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി, ഇവരൊക്കെ അതിലുണ്ടായിരുന്നു, അന്നത്തെ തലമുതിർന്ന പണ്ഡിതന്മാരൊക്കെ. പക്ഷേ ഇത് തങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കാൻ ഉദ്ദേശിക്കുന്ന വിശ്വാസ ജീർണതയും അതിന്റെ ഉപോൽപ്പന്നമായി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ജാറങ്ങളെയും മൗലിദുകളെയും റാത്തീബുകളെയും വിർദുകളെയും നേർച്ചകളെയും ഉറൂസുകളെയും ചന്ദനക്കുടങ്ങളെയും അതുവഴി ഉണ്ടാക്കാൻ പോകുന്ന ദന്തഗോപുരങ്ങളെയും തകർത്തെറിയുന്ന സംഘമാണ് എന്ന് മനസ്സിലായപ്പോ ഇതിൽ നിന്ന് മാറിപ്പോയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. ഭിന്നിപ്പിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടങ്ങിയത് തന്നെ. അതിന്റെ പരിണിത ഫലമാണ് ഇക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കുറങ്ങാൻ സമയമില്ല, നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഈ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ വികില മേഖലകളിലേക്കും പുതിയ കാലത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ശിർക്കും ബിദ്അത്തും കടത്തിക്കൂട്ടാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും ആത്മീയ ചൂഷകനായി രംഗത്ത് വരാം. ഒരു പച്ച ഷാളും അതേപോലെ തന്നെ എന്തും പറയാൻ കഴിയുന്ന ഒരു നാവുമുണ്ടെങ്കിൽ ആർക്കും ഒരു തങ്ങളായി ആത്മീയ ചൂഷകനായി രംഗത്ത് വരാം. ഖുർആൻ പോലും മര്യാദക്ക് ഓതാൻ അറിഞ്ഞോളന്നില്ല. ആറ്റക്കോയന്റെ ഖുർആനൊക്കെ നിങ്ങളൊന്ന് കേട്ടു. എന്താണ് അയാളുടെ അവസ്ഥ ആലോചിച്ചു നോക്ക്. അയാൾക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ വന്ന് സ്ത്രീകൾ നടത്തിയ പരാമർശങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എന്നാലും അത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തും. അത്രയേറെ വിശ്വാസപരമായ ച്യുതി ഈ സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്നു. ഇത് തിരുത്താൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. കേരള ജമിയത്തുൽ ഉലമയുടെയും കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പ്രവർത്തകന്മാർക്ക് മാത്രമേ ഇത് തിരുത്താൻ കഴിയൂ. കാരണം എറണാകുളം ജില്ലയിൽ ഈ ജിന്ന് വിവാദം നടത്തി കുറെ പണ്ഡിതന്മാര് പുറത്തു പോയതിനു ശേഷം ഒരു വാദപ്രതിവാദത്തിന്റെ വേദിയുണ്ടായി. ആ വാദപ്രതിവാദത്തിന്റെ വേദിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മുസ്ലിയാർ ചോദിച്ചു, മൗലവിമാരെ, ഒരാള് പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നു, അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മൗലവിമാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന്. അത് ആ കൂട്ടത്തിൽ സലാഹിമാരുണ്ട്, മദീനിമാരുണ്ട്, മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി വന്നവരുണ്ട്. ഇവരൊക്കെ അടങ്ങിയ ആ മുജാഹിദുകളാണെന്ന് പറയുന്ന മൗലവിമാരോട് ചോദിച്ചിട്ട്, അതേ മുസ്ലിയാരെ, അത് ശിർക്കാണ് എന്ന് നട്ടെല്ല് നിവർത്തി തല ഉയർത്തി നെഞ്ചു വിരിച്ച് പറയാൻ ഒരാൾക്കും ധൈര്യമുണ്ടായില്ല എന്ന ദുഃഖകരമായ കാഴ്ച കണ്ടവരാണ് നമ്മൾ. ഈ പറഞ്ഞതുപോലെ ന്യായീകരണങ്ങൾ ചമച്ച് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ച്, പണ്ഡിതന്മാരുടെ വചനങ്ങളെ ദുർവ്യാഖ്യാനിച്ച്, ഫത്വകൾ ദുർവ്യാഖ്യാനിച്ച്, ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നെഞ്ചൂക്കോടുകൂടി ഈ സമൂഹത്തിന്റെ മുന്നിൽ തൗഹീദ് പറയാൻ കഴിയുക? നമുക്ക് അത് സാധിക്കുകയുള്ളൂ. ഈ ശിർക്ക് കടന്നു വരുന്ന സമയത്ത് ഇതിൽ നിന്ന് മാറി നിന്നാൽ, നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് ലഭിച്ച ഹിദായത്തിനുള്ള നന്ദികേടായി തീരും അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളുടെ ആരുടെയെങ്കിലും കഴിവാണ് ഈ ഹിദായത്ത് എന്ന്? നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്റെ ഇൽമു കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അല്ല. ഇത് സർവ്വലോക രക്ഷിതാവായ റബ്ബിന്റെ നിയമത്താ. ഞാൻ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ശംസുൽ ഉലമ, ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളുള്ള ഉലമാ, പണ്ഡിതന്മാര്, അതേപോലെ തങ്ങന്മാര്, സാദാത്തുക്കൾ എന്ന് പറയപ്പെടുന്നവർ, കെട്ടിപ്പൊക്കിയ ഖബറുകളുടെ അടിയിൽ കിടക്കുന്നവർ, അല്ലേ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്നവർ, വർഷങ്ങളോളം പള്ളി ദർസുകളിൽ തടഞ്ഞിരുന്ന് കിതാബ് ഓതിയിട്ടുണ്ട് എന്ന് പറയുന്നവർ, അറബി അറിയാത്തത് കൊണ്ടല്ല, ഖുർആനായത്ത് അറിയാത്തത് കൊണ്ടല്ല, തഫ്സീർ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകാത്തത് കൊണ്ടല്ല, ഹദീസുകൾ അറിയാത്തത് കൊണ്ടല്ല, സ്വഹീഹുൽ ബുഖാരി പഠിക്കാത്തത് കൊണ്ടല്ല, ഹദീസുകൾ വായിക്കാത്തത് കൊണ്ടല്ല. പക്ഷേ അതൊക്കെ പഠിച്ചിട്ടും അതൊക്കെ വായിച്ചിട്ടും അതൊക്കെ വായിക്കാനുള്ള ബുദ്ധിയും അറിവും കഴിവും ഉണ്ടായിട്ടും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, വിളിച്ചു തേടുന്നത് ശിർക്കാണ് എന്ന്. പതിറ്റാണ്ടുകൾ 1-2 കൊല്ലമല്ല, 10, 15, 20, 30 ഒക്കെ കൊല്ലം തൗഹീദിന്റെ വേദികളിൽ പ്രഭാഷണങ്ങൾ നടത്തിയവർ, വിശുദ്ധ ഖുർആനിന് പരിഭാഷ എഴുതിയവർ, അറിയാത്തത് കൊണ്ടാണോ, വിവരമില്ലാത്തത് കൊണ്ടാണോ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാവുകയില്ല എന്ന വാദത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയത്? പറയാൻ കഴിയോ എന്റെ അറിവാണ്, എന്റെ കഴിവാണ്, എന്റെ ബുദ്ധിയാണ് എനിക്ക് ഈ തൗഹീദി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞത് എന്ന്? അല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്.
പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹത്തിന് നാം നന്ദി രേഖപ്പെടുത്തണം. ആ നന്ദി രേഖപ്പെടുത്താനുള്ള വേദിയാണ് നമ്മളുടെ സംഘടനാ പ്രവർത്തനം. അതിനുവേണ്ടിയാണ് നാം ഈ തൗഹീദി പ്രബോധക സംഘത്തിന്റെ ഒപ്പം ചേർന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അതിന്റെ പ്രവർത്തനങ്ങളിൽ നാം പങ്കാളികളായത്. 100 കൊല്ലം നമ്മുടെ പൂർവികന്മാർ ഈ സമൂഹത്തിൽ നടത്തിയ ചരിത്രപരമായ നവോത്ഥാനത്തെ കുറിച്ച്, ആദർശ നവോത്ഥാനത്തെ കുറിച്ച്, വൈജ്ഞാനിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക നവോത്ഥാനങ്ങളെ കുറിച്ച് ഈ സമൂഹത്തോട് പറയാൻ 100 കൊല്ലത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രൗഢിയും ഗരിമയും ഗാംഭീര്യവും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നവംബർ 16-ന് 4:30 മുതൽ നമ്മൾ എല്ലാവരും കോഴിക്കോട് കടപ്പുറത്തുണ്ടാകണം. നേരത്തെ തന്നെ പുറപ്പെടണം, നേരത്തെ തന്നെ എത്തിച്ചേരണം. പരിപാടി കഴിയുന്നത് വരെ നമ്മൾ എല്ലാവരും അവിടെ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘമെങ്ങാൻ പരാജയപ്പെടുകയാണെങ്കിൽ, അവർ തളർന്നു പോയാൽ, അവർ തകർന്നു പോയാൽ, റബ്ബേ, നിന്റെ തൗഹീദ് പറയാൻ ഈ കേരളത്തിന്റെ മണ്ണിൽ മറ്റൊരു സംഘമുണ്ടാവില്ല റഹ്മാനെ. അതുകൊണ്ട് നിന്റെ അനുഗ്രഹം ഞങ്ങളിൽ, ഞങ്ങളുടെ പണ്ഡിതന്മാരിൽ, ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ, സാധാരണക്കാരായ ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ, ഈ ദുനിയാവിന്റെ യാതൊന്നും പ്രതീക്ഷിക്കാതെ തൗഹീദി പ്രബോധന വേദിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളിൽ നീ ചൊരിയണമേ റഹ്മാനെ. അവർക്ക് നീ കരുത്ത് നൽകണമേ റഹ്മാനെ. അവർക്ക് നീ കരളുറപ്പ് നൽകണമേ റഹ്മാനെ. അവരെ നിന്റെ പാതയിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി